അതായത് സർജറി ചെയ്തു, നട്ടലിന്റെ അവിടുത്തെ ഒരു ഔട്ട് ഗ്രോത്ത് ഉണ്ടായിരുന്നു പറഞ്ഞ് സർജറി ചെയ്തു, ബയോപ്സിക്ക് അയച്ചു. ബയോപ്സിക്ക് അയച്ചപ്പോൾ അത് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. സ്പിൻഡുലാർ എന്തോ അങ്ങനത്തെ എന്തൊരു സാധനമാണ്. അപ്പൊ അത് ബയോപ്സിക്ക് അയച്ചു. കീമോതെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. കീമോതെറാപ്പിക്ക് പോകാതെ ഞങ്ങൾ പോയി വാങ്ങിച്ചു കൊടുത്ത മരുന്നാണ്. കീമോതെറാപ്പി ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും, നിങ്ങൾക്കും അറിയാം, കീമോതെറാപ്പി ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും അവരുടെ ചുറ്റുപാടുള്ളവർക്കും ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടാവും. എന്തൊക്കെ കണ്ടീഷൻസിലാണ് കീമോതെറാപ്പി ചെയ്യാറ്? സന്തോഷത്തോട് ജീവിക്കോ ഇല്ലയോ എന്ന് നിങ്ങൾ പറയാ. അതെ, എന്തൊക്കെ കണ്ടീഷൻസിലാണ് കീമോതെറാപ്പി ഇൻഡിക്കേറ്റഡ് ആയിട്ട് വരാറ്? എന്തിനാ പറയൂ. ക്യാൻസർ ആണെങ്കിൽ ക്യാൻസറിൽ മാത്രമേ ഉള്ളൂ? പിന്നെ വേറെ എല്ലാ ക്യാൻസറിലും കീമോതെറാപ്പി കൊടുക്കാറില്ല. കീമോതെറാപ്പി പറഞ്ഞായിരുന്നു. അല്ല, ഇതിനകത്തൊരു വലിയ കാര്യം ഇദ്ദേഹത്തിന് അറിയാത്തത് ആയുർവേദവും കൂടെ വായിച്ചിട്ട് വന്നിട്ട് നിങ്ങൾ ബാക്കിയെ മറ്റേനെ പറ്റി ചിന്തിക്കും. ആയുർവേദത്തിൽ രണ്ടെണ്ണം പറഞ്ഞു കൊടുക്കാം. അല്ല, ഈ സർജറി ചെയ്തതേ ഒരു R0 റിസെക്ഷൻ. നിങ്ങളൊന്ന് കേൾക്കൂ സുഹൃത്തെ.